വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ നമ്മളെ ചാനൽ തുടങ്ങിയാൽ പിന്നെ ആകെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അതൊരു 3 വർഷം മുന്നേ ഒരു 6 months ഉള്ള ഒരു ബേബിക്ക് കുർത്ത തയ്ക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഇത്തവണ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അജ്രക് പ്രിന്റ്സ് ഉള്ള മെറ്റീരിയൽസ് ആണ് വാങ്ങിച്ചത്. ഒറ്റ മെറ്റീരിയൽ അല്ല, ഞാനൊരു കുർത്ത ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അതായത് പാനൽ കട്ടുള്ള കുർത്ത ഒരുപാട് പീസസ് ഇങ്ങനെ കട്ട് ചെയ്ത് പാനൽ കട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രിൻസസ് കട്ടിൽ പാനൽ കട്ട് ബോട്ടം വരുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതെല്ലാം അജ്രക്ക് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ കാന്ത വർക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം പ്രൈസി ആണ്. 150 റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു മീറ്റർ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ഒരു റെഡ്, അജ്രക്ക് എന്ന് പറയുമ്പോൾ റെഡും നേവി ബ്ലൂ ആണ് എപ്പോഴും മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കളറും വാങ്ങിച്ചു. പിന്നെ ഒരു യെല്ലോ കൂടി വാങ്ങിച്ചു. പിന്നെ ഒരു ആഷ് കളറും കൂടി കേട്ടോ. അപ്പോൾ പലതും പല പല പ്രിന്റ്സ് ആണ്. ചിലത് സ്ക്വയർ ആണ്, ചിലത് സ്റ്റാർ ആണ്, ചിലത് റൗണ്ട് ആണ്, പല പല ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ഷെയ്ഡ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യണ രീതിയിൽ എന്താ ഇങ്ങനെ 4 പാറ്റേണിലാണ് ഞാൻ ക്ലോത്ത് വാങ്ങിയത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പാനൽ കട്ടായിട്ടാണ് ഞാൻ കുർത്ത തയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ മൊത്തം വാങ്ങിച്ചത് 4 മീറ്റർ ആണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. യോക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ കളറുള്ള ക്ലോത്ത് ആണ്. അതിൽ ഞാൻ യോക്കിന്റെ മെഷർമെന്റ് എടുത്തതിന് ശേഷം വെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഷോൾഡർ ലെങ്ത് ആണ് എടുക്കുന്നത്. 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ലെങ്ത് എടുക്കുന്നത്. അതേ മെഷർമെന്റ് തന്നെയാണ് ആം ഹോളിനും കൊടുക്കുന്നത്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ കട്ടിങ്ങും ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ. അതിനുശേഷം ഞാൻ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിന് ഒരു 5.5 ആണ് ഞാൻ മെഷർമെന്റ് എടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാക്കും ഫ്രണ്ടും വേറെ വേറെ കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിലെ പീസാണ്. ബാക്ക് പീസിലെ ലെങ്ത് ഒരു 3.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ബാക്ക് ആൻഡ് ഫ്രണ്ട് പീസസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിലുള്ള പ്രിൻസസ് കട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൽ നിന്ന് ഒരു 10 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യണം. അത് നമ്മളുടെ ബസ്റ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഹയസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10.5 ഒക്കെ മതിയാവും. പിന്നെ സെന്ററിൽ നിന്ന് ഒരു 4.5 കൂടി മാർക്ക് ചെയ്ത് ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ നമ്മളൊരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 14.5 ആണ് ടോട്ടൽ ലെങ്ത് യോക്കിന് എടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യണം. പിന്നെ താഴെ പോർഷനിൽ ഒരു 1 ഇഞ്ചും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ അത്രയും മെഷർമെന്റ് നമ്മൾ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ചെയ്യുന്നത് പോലെ ഇത്രയും പീസസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു പ്രിൻസസ് കട്ടിന്റെ ഒരു ഭാഗം വേറെ കളറിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതായത് റെഡ് കളറിൽ. അപ്പോൾ റെഡ് കളറുള്ള ക്ലോത്ത് 2ആയി മടക്കിയതിന് ശേഷം ഇതേ അളവ് ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ സെയിം മെഷർമെന്റിലുള്ള ക്ലോത്ത് നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് യോക്ക് പീസ് ഫുള്ളായിട്ട് കിട്ടുന്നത്, അതായത് ഫ്രണ്ടിലെ യോക്ക് പീസ് ഫുള്ളായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലുള്ള പീസ് വെച്ച് 2 സൈഡിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലെ പീസ് റെഡിയായി. ഇനി നമുക്ക് പാനൽ കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് ഞാൻ ഇത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ റെഡും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാനൽ കട്ട് ചെയ്യുമ്പോൾ 3 ഇഞ്ച് ചെറിയ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് മെഷർമെന്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ അരഭാഗത്ത് വരുമ്പോൾ 3 ഇഞ്ച് എന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡത്തെ മാത്രം മെഷർ നോക്കിയാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് എത്ര ആയാലും കുഴപ്പമില്ല, കാരണം കൂടുതൽ ലെങ്ത് കിട്ടുന്നതിനനുസരിച്ച് നല്ല ഫ്ലെയർ ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ മെഷർമെന്റ്സ് ഞാൻ ഈ യെല്ലോ കളർ ക്ലോത്തിലും ചെയ്യുന്നുണ്ട്, പിന്നെ റെഡിലും ചെയ്യുന്നുണ്ട്.
അങ്ങനെ പാനൽസ് റെഡിയായി. ഇനി ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നുണ്ട്. സ്ലീവ് ഞാൻ പഫ് സ്ലീവാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 3/4 ലെങ്ത്തിൽ വരുന്ന പഫ് സ്ലീവ് ആയിരുന്നു. അപ്പോൾ പഫിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സ്ട്രാ ആയിട്ട്. അതിനുശേഷം കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു. ഇനി എല്ലാ പീസസും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പാനൽ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജോയിൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതേപോലെ തന്നെ പ്രിൻസസ് കട്ട് ആകുമ്പോഴും ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ഫ്രണ്ടിലെ യോക്ക് റെഡിയായി. ഇനി ബാക്കിൽ നമ്മൾ സെയിം മെഷർമെന്റ് ആണ് എടുത്തത്. കാരണം ഞാൻ ഇവിടെ ഒരു ടക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നിൽക്കും. ഇനി നമ്മൾ ഓരോരോ പാനൽസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ദാ ഏകദേശം പാനൽ എല്ലാം കൂടി ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ഞാൻ ലെങ്ത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം കുറേ പാനൽസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ മെഷർമെന്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ലെങ്ത്തിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ജോയിൻ ചെയ്തതിനു ശേഷം നമുക്കത് കട്ട് ചെയ്ത് കളയാം. പഫ് സ്ലീവ് ഇതാ ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പഫ് സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളെ കുർത്ത റെഡി ആയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് എന്താണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഫ്ലെയറിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലോത്ത് എനിക്ക് അത്രേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ സാരമില്ല, നമുക്കിനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫ്ലെയറിലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഒരു ബോട്ടിക് സ്റ്റൈലിൽ തന്നെ കുർത്ത നമുക്ക് തന്നെ തയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആവും. ക്ലോത്തിൻ്റെ റേറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.